ഹായ് ഓൾ, ദിസ് ഇസ് ട്യൂസ്ഡേ മോർണിംഗ്. 5:30 വെച്ചിട്ട് ഇന്നും 6 മണിക്ക് തന്നെയാണ് കേട്ടോ എണീറ്റത്. രാത്രി ഉറങ്ങാൻ വൈകിയതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് സ്കൂളിലെത്താൻ ലേറ്റ് ആവുകയും ചെയ്തു. കുറച്ച് ലേറ്റായി, എന്നാലും ഫസ്ബലിന് മുമ്പ് എത്തി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്നലത്തെ ഇഡ്ഡലി മാവ് ബാക്കി കുറച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മ രാവിലെ പോയി ഒരു ദോശമാവും കൂടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഇന്ന് ദോശ ഉണ്ടാക്കാമല്ലോ. കറിക്ക് സാമ്പാറാണ് വെക്കുന്നത്. നോൺ വെജ് ഒന്നും ഇരിപ്പില്ല. സാമ്പാർ വെച്ച് ഓംലെറ്റും ഉണ്ടാക്കാനാണ് പരിപാടി. പപ്പടം ഞാൻ ഇന്നലെ രാത്രി തന്നെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. സാമ്പാർ വയ്ക്കുക, ഓംലെറ്റ് ഉണ്ടാക്കുക, ദോശ ഉണ്ടാക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. തമ്പനെയിലും ടൈറ്റിലും നിങ്ങൾ കണ്ടു കാണുമല്ലോ. 14 ദിവസം കൊണ്ട് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസേഷന് എലിജിബിൾ ആയിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്ക് 995 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്ക് അന്ന് ഉച്ച കഴിഞ്ഞ് അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഒരു 5 സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കിട്ടിയാൽ ചാനൽ ആദ്യത്തെ ക്രൈറ്റീരിയ ആയ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ക്രോസ് ചെയ്യും. പക്ഷെ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. അതിനെനിക്ക് നന്ദി പറയാനുള്ളത് ഇവിടെയുള്ള ഞങ്ങളുടെ പിള്ളേരോട്, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പായ ബേ ഗോൾസിനോടും. അജയ്, ലൂക്ക, ജിതിൻ, ജിത്തു, കണ്ണൻ, ഷാബിൻ, ഇവരെല്ലാവർക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാൽ എനിക്കൊരു 5 ആൾക്കാരെയും കൂടെ വേണം. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാനെന്ന്. ഇനി നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂറായില്ല കേട്ടോ. അതിനുള്ളിൽ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങി. അവന്മാരൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെ ചാനലാണ്, സപ്പോർട്ട് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടു. പിന്നെ എൻ്റെ കോളേജ് ടീംസും. ഞാനെങ്ങനെ ആരെയും ഫോഴ്സ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത്, ഇങ്ങനെ വീഡിയോയുടെ എൻ്റെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ 995 ആയപ്പോഴത്തേക്ക് അയ്യോ ഇന്ന് തന്നെ ഇതെന്താ 1K ആവാത്തതെന്ന്. അതുവരെ ചാനൽ തുടങ്ങിയ ദിവസം വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഒരു ദിവസം 100 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് കൂടുന്നുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ 7K ഫോളോവേഴ്സ് അടുക്കാറായതുകൊണ്ടാണോ അതോ അല്ലാതെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആണോ എന്ന് എനിക്കറിയില്ല. കാരണം പലരുടെയും പേരല്ലല്ലോ കാണിക്കുന്നത്. ഏതായാലും സ്റ്റാർട്ട് ചെയ്ത ദിവസം തൊട്ട് ഡെയിലി ഒരു 100 വെച്ച് അത് ഇൻക്രീസ് ആവുന്നുണ്ടായിരുന്നു. 8th ഡേ കറക്റ്റ് 800 മേലെയായി, 9th ഡേ 900 മേലെയായി, 10th ഡേ ആയപ്പോഴത്തേക്ക് ഇതുപോലെ 995 സ്റ്റക്കായി. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഹെൽപ്പോടുകൂടി അന്നൊരു അരമണിക്കൂറിനുള്ളിൽ 1K ക്രോസ് ചെയ്തു. ചാനൽ മോണിറ്റൈസ് ആവാനുള്ള ക്രൈറ്റീരിയയിൽ അതായത് 2 തരത്തിലുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടൻറ്റിലേക്ക് ആഡ്സ് കൊണ്ടുവരാനുള്ള ഒരു പെർമിഷൻ കിട്ടുക എന്നുള്ളതാണ്. പിന്നെ വ്യൂസിനുള്ളതും കിട്ടും. അപ്പോൾ ഇതിന് എലിജിബിലിറ്റിക്കായിട്ട് വേണ്ടിയിരുന്നത് 1K സബ്സ്ക്രൈബേഴ്സും 3000 പബ്ലിക് വാച്ച് അവേഴ്സുമാണ്. എൻ്റെ ആദ്യത്തെ ദിവസത്തെ പബ്ലിക് വാച്ച് അവർ വെറും 53 മറ്റോ ആണ്. അതെ, 53 അവേഴ്സാണ്. ആദ്യത്തെ അല്ല, രണ്ടാമത്തെ ദിവസം. ഓരോ ദിവസവും ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിഞ്ഞ് 1 മണിക്കുള്ളിലാണ് വാച്ച് അവേഴ്സ് എനിക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത്. നമ്മൾ ചാനൽ തുടങ്ങുമ്പോൾ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നിങ്ങൾക്കിത് മോണിറ്റൈസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങളൊരു ഏർണിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ അകത്തൊരു 5 ടാബ്സ് വരും. ഡാഷ്ബോർഡ്, കണ്ടൻറ്റ്, അനലിറ്റിക്സ്, കമൻറ്റ്സ് ആൻഡ് ഏൺ. അതിൽ ആദ്യത്തെ ടാബായ ഡാഷ്ബോർഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടോട്ടൽ ചാനൽ വ്യൂസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട്, അതായത് യൂട്യൂബിൽ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ 1.3 എന്നാണ് കാണുന്നതെങ്കിൽ ഡാഷ്ബോർഡിൽ വരുമ്പോൾ 1.302 എന്നോ 305K എന്നോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ. പിന്നെ അവിടെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത കണ്ടൻറ്റിൻ്റെ വ്യൂസും ലൈക്കും കമൻറ്റും നമുക്കിങ്ങനെ കാണാം. പെട്ടെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഡാഷ്ബോർഡിൽ നിന്ന്. തൊട്ടടുത്തായിട്ടുള്ള കണ്ടൻറ്റ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ഒരു അനാലിറ്റിക്സ് പോലെ അവിടെ വരും. അതായത് നമ്മുടെ ഇതുവരെ പബ്ലിഷ് ചെയ്ത വീഡിയോസ്, ലോങ് വീഡിയോസ് ക്ലിക്ക് ചെയ്താൽ ഇതുവരെ പബ്ലിഷ് ചെയ്ത ലോങ് വീഡിയോസ്, അതിൻ്റെ സൈഡിലായിട്ട് ലൈക്ക്, കമൻറ്റ്, പ്ലേസ് ആ കൗണ്ട് കാണിക്കും. പിന്നെ ഷോർട്സ് ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഷോർട്സ് ഒക്കെ അവിടെ കാണിക്കും, അതിൻ്റെ വ്യൂസും ലൈക്കും ഒക്കെ കാണിക്കും. പിന്നെ ലൈവ് പോയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ഓപ്ഷനിലായിട്ട് അത് കാണിച്ചു തരും. അതാണ് കണ്ടൻറ്റ് ടാബ് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞാലുള്ളത് അനലിറ്റിക്സ് ടാബാണ്. ഈ അനലിറ്റിക്സ് ടാബിൻ്റെ അകത്ത് നമ്മുടെ ടോട്ടൽ ചാനൽ വ്യൂസ്, അതായത് എൻ്റെ ഇപ്പോഴത്തെ ടോട്ടൽ ചാനൽ വ്യൂസ് 1.3 ലാക്കാണ്. അത്രയും ആൾക്കാർ ഈ ചാനൽ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ നമ്മുടെ കറണ്ട് ആയിട്ടുള്ള ടോപ്പ് കണ്ടൻറ്റ് ഏതാണ്, ബാക്കി കണ്ടൻസിൻ്റെയൊക്കെ ഓരോ ഗ്രാഫും തരും. അത് അപ്ലോഡ് ചെയ്ത ദിവസം തൊട്ട് ഇപ്പോൾ വരെയുള്ള അതിൻ്റെ പെർഫോമൻസ് കാണിച്ചിട്ട്. ഇതൊക്കെ ലാസ്റ്റ് 28 ഡേയ്സിലെ കൗണ്ട്സ് ആയിരിക്കും കാണിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിൽ ഏതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ളത്, അത് റീൽസ് ആണോ ഷോർട്സ് ആണോ അതൊക്കെ അറിയാൻ പറ്റും. പിന്നെ എത്ര പേര് റിട്ടേണിംഗ് വ്യൂവേഴ്സ് ഉണ്ടോയെന്നും അറിയാം. അതായത് ഒരു തവണ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എത്ര പേര് തിരിച്ച് ചാനൽ തപ്പി വരുന്നുണ്ട്, അങ്ങനെയുള്ളതും ഇവിടെ അറിയാൻ പറ്റും. പിന്നെ എനിക്കിപ്പോൾ ഇന്ത്യയിലും സൗദിയിലും UK-യിലും വ്യൂവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഒരു പെർസെൻറ്റേജും ഇവിടെ കാണിക്കും. ഈച്ച് കൺട്രിയിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് അങ്ങനെ.
പ്ലസ് ഇവിടെ തന്നെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ ഓരോ ദിവസത്തിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണിച്ചു തരും. അതായത് നമ്മുടെ വ്യൂവേഴ്സ്, എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതിൻ്റെ ഒരു ടോട്ടൽ അനാലിറ്റിക്സ് ആണ് കേട്ടോ. അല്ലാതെ ഒരാൾ ഏത് സമയത്ത് യൂട്യൂബിലുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾ ഏറ്റവും കൂടുതൽ ഓൺലൈനായിട്ട് യൂട്യൂബിലുള്ള സമയം, അത് ഓരോ ദിവസവും ഏതൊക്കെ പോയിന്റിലാണെന്നുള്ളതൊക്കെ ഒരു ഗ്രാഫിൽ എനിക്കിവിടെ കാണാം. അപ്പോൾ അത് നോക്കി നമ്മൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ ചാനൽ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ളവർ അല്ലെങ്കിൽ 1-2 തവണ കണ്ടിട്ടുള്ളവർ ഓൺലൈൻ ആവുന്ന ടൈമിൽ നമ്മുടെ കണ്ടൻറ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് വ്യൂസ് കൂടുമല്ലോ. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ ഓഡിയൻസിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പും അതിൻ്റെ പെർസെൻറ്റേജും ഒക്കെ കാണിച്ചു തരും. 7 to 13 ഏജ് ഗ്രൂപ്പിലുള്ള ഇത്ര പേര്. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ഞാൻ നോട്ട് ഫോർ കിഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ 7 ഏജ് ലിമിറ്റിന് താഴെയുള്ള കുട്ടികൾ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബ് കിഡ്സിലൊന്നും നമ്മുടെ ഈ വീഡിയോ ചെല്ലത്തില്ല. അപ്പോൾ 7 to 13 ഏജ് ഗ്രൂപ്പിലുള്ള എത്ര പേര് കാണുന്നു, 18 to 24 വരെ എത്ര പേര് കാണുന്നു, അങ്ങനെ 65+ ആണ് ലാസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജ് നമുക്കവിടെ കാണാൻ പറ്റും. ഇനി ഇതും പോരാഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എത്ര പേര് നമ്മുടെ വീഡിയോസ് കാണുന്നു, നോൺ സബ്സ്ക്രൈബേഴ്സ് എത്ര പെർസെൻറ്റേജ് വീഡിയോസ് കാണുന്നു എന്നൊക്കെ കാണാം. ചാനൽ പെട്ടെന്ന് ക്ലിക്കാവാനായിട്ട് നമ്മുടെ ഓഡിയൻസ് ആരാണെന്നറിയാം, അവരുടെ ഇഷ്ടപ്പെട്ട കണ്ടൻറ് എന്താണെന്നറിയാം. ഇതൊക്കെ നമുക്ക് YT സ്റ്റുഡിയോ തരുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള, നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അതായത് ഇപ്പോൾ എനിക്കതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം എൻ്റെ ഓഡിയൻസ്, ഇത് എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ വേറെ ഏതൊക്കെ ചാനലാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്, വേറെ ഏതൊക്കെ ചാനൽസാണ് അവർ കാണുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിൽ ഒരാൾ എപ്പോൾ കാണുന്നു എന്നല്ല, ടോട്ടലായിട്ടുള്ളൊരു അനലറ്റിക്സ് ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരുടെയും ടേസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ എൻ്റെ വ്യൂവേഴ്സിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് 25 to 34 ഏജിലുള്ള ഫീമെയിൽസാണ് എനിക്ക് കൂടുതലായിട്ട് വ്യൂവേഴ്സായിട്ടുള്ളത്. അപ്പോൾ അവർ ഏതൊക്കെ കണ്ടൻറ്റിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് എനിക്ക് കാണാം, ആ കണ്ടൻറ്റ്സ് എനിക്ക് കാണാം. അപ്പോൾ അതനുസരിച്ച് എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി യൂട്യൂബ് സ്റ്റുഡിയോയിലെ ലാസ്റ്റ് ടാബായ റവന്യൂവിൽ നമ്മൾ എത്ര ഏർണിങ്സ് ഇതുവരെ ഉണ്ടാക്കിയെന്നുള്ളതും, പിന്നെ എന്താണ് നമുക്ക് ഏർണിങ്സ് കൂട്ടിത്തരുന്നതെന്നുള്ളതും, ഈച്ച് കണ്ടൻറ്റിൽ നിന്ന് എത്ര വരുന്നു എന്നുള്ളതും, ഒരു മാസം എത്ര എന്നുള്ളതും, ഒരു ലാസ്റ്റ് 6 months തൊട്ടെന്നുള്ള രീതിയിൽ അവിടെ കാണിക്കും. ഇപ്പോൾ എൻ്റെ റവന്യൂ ടാബ് ഞാൻ ഓപ്പൺ ചെയ്താൽ അവിടെ ഒന്നും കാണില്ല. കാരണം മോണിറ്റൈസേഷന് ഞാൻ എലിജിബിൾ ആയിട്ടേ ഉള്ളൂ, ഞാൻ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ പ്രോസസ്സിങ് ഒരു 2-3 വീക്സ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 or 3 ഡേയ്സിൽ നടക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിരിക്കുന്നത് YPP പ്രോഗ്രാമിനാണ്, അതായത് യൂട്യൂബ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിനാണ്. ഇത് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടം എന്ന് വെച്ചാൽ ഇറ്റ് ഗിവ്സ് ആക്സസ് ടു യൂട്യൂബ് റിസോഴ്സസ്. അതുപോലെ ക്രിയേറ്റർ സപ്പോർട്ട് ടീംസും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1K സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും ആണ്. അല്ലെങ്കിൽ 30 lakh ഷോർട്ട് വ്യൂസ് വേണം. പക്ഷേ ഈ 30 lakh ഷോർട്ട് വ്യൂസ് വേണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഷോർട്സ് അത്രത്തോളം വൈറലാവണം. ഇപ്പോൾ ചില ആൾക്കാരുടെ, നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റഗ്രാം എടുത്താലും ചില ആൾക്കാരുടെ ഷോർട്സ് കാണാനായിരിക്കും നമുക്കിഷ്ടം. പക്ഷേ മറ്റു ചിലരുടെ ലോങ് വീഡിയോസിന് നമ്മളെ തേടി പോകാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം YT സ്റ്റുഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ലോങ് വീഡിയോസാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഈ 3000 പബ്ലിക് വാച്ച് അവേഴ്സ് ആക്കുന്നതിലോട്ട് എൻ്റെ കോൺസെൻട്രേഷൻ മാറണം. അപ്പോൾ അതനുസരിച്ച് തന്നെ ഞാൻ ലോങ് വീഡിയോസിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. ടൈം ആൻഡ് എഫേർട്ട്. ഒരു ദിവസത്തിൽ എനിക്കിതൊക്കെ എഡിറ്റ് ചെയ്ത് തീർക്കാനായിട്ട് ഒത്തിരി ടൈം ഇപ്പോൾ എടുക്കുന്നുണ്ട്. ചിലപ്പം ഞാൻ യൂസ്ഡ് ആകുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. മുമ്പ് ഈ 1 minute റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യാനായിട്ട് ഞാനൊരു 1/2 hour to 45 minutes ഒക്കെ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ആവുന്ന ടൈമിലാണ് ഞാൻ പെട്ടെന്ന് അതിൻ്റെ ഒരു ഷോർട്ട് വേർഷൻ ഉണ്ടാക്കി അതിന് ഓഡിയോ ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ലോങ് വീഡിയോ പോസ്റ്റായി തീരുമ്പോഴേക്ക് എൻ്റെ റീലും റെഡിയാവും. ഇപ്പോൾ റീല് ചെയ്യാൻ എനിക്ക് അത്രയും ടൈം വേണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ യൂസ്ഡ് ആകുമ്പോൾ എനിക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരിക്കും. സെക്കൻഡ് ഡേയിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാച്ച് അവേഴ്സ് വെറും 53 hours ആയിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു ഇതെങ്ങനെ ഞാനൊരു 3000 പബ്ലിക് വാച്ച് അവേഴ്സ് വരെ കൊണ്ടെത്തിക്കും, ഇതത്ര പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഒരു 3rd or 4th ഡേ അതെനിക്ക് 1000 ക്രോസ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്യാവശ്യം ചാനലിൽ ലോങ് വീഡിയോസിന് റീച്ചുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് ഞാൻ ലോങ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ 3000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വാച്ച് അവർ ഈസ് ഈക്വൽ ടു 60 വാച്ച് ടൈം മിനിറ്റ്സ് കേട്ടോ. അതായത് 10 മിനിറ്റുള്ള എൻ്റെ ഒരു വീഡിയോ 6 പേര് കാണുന്നുണ്ടെങ്കിൽ 6 into 10 എനിക്ക് 60 minutes കിട്ടി. അപ്പോൾ എനിക്ക് 1 പബ്ലിക് വാച്ച് അവർ ഓൾറെഡി ആയി. ഇതുപോലെ 3000 പബ്ലിക് വാച്ച് അവർ വേണം മോണിറ്റൈസേഷന് എലിജിബിൾ ആവാൻ, പ്ലസ് 1K സബ്സ്ക്രൈബേഴ്സ്. ഇത് അല്ലെങ്കിലാണ് നമുക്ക് 30 lakhs ഷോർട്ട്സ് വ്യൂ വരേണ്ടത്. പിന്നെ YT സ്റ്റുഡിയോയിൽ ഡാഷ്ബോർഡിലും നമ്മുടെ ഏൺ ടാബിലും കാണിക്കുന്ന വാച്ച് അവേഴ്സിന് വ്യത്യാസം ഉണ്ടാവും.
ഡാഷ്ബോർഡിൽ കാണിക്കുന്ന വാച്ച് അവേഴ്സ് നമ്മുടെ ഷോർട്സിൻ്റെ വാച്ച് അവേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷേ ഏൺ ടാബിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻസിൻ്റെ ഒരു വാച്ച് അവേഴ്സ് മാത്രമേ കാണിക്കത്തുള്ളൂ. അത് വേറൊരു കാര്യമുള്ളത്, ഡാഷ്ബോർഡിൽ കാണിക്കുന്നത് അവസാനത്തെ 28 ദിവസത്തെ കണക്കായിരിക്കും. പക്ഷേ ഏൺ ടാബിൽ കാണിക്കുന്നത് ലാസ്റ്റ് 365 ഡേയ്സ് വെച്ചുള്ള കണക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഷോർട്സിന് ഒരു 1 മില്യൺ റീച്ച് ഒന്നും ആകുന്നില്ല എന്ന് കണ്ടാൽ പ്ലീസ് കോൺസെൻട്രേറ്റ് ഓൺ ലോങ് വീഡിയോസ്. അപ്പോൾ അതിലെ വാച്ച് അവേഴ്സ് 3000 ആക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ എന്നെപ്പോലെ സമയവും പ്രാന്തും ഉണ്ടെങ്കിൽ രണ്ടും ചെയ്യുക. കാരണം ഏത് പെട്ടെന്ന് നടക്കുമെന്ന് അറിയത്തില്ലല്ലോ. എന്നെ സംബന്ധിച്ച് ലോങ് വീഡിയോസാണ് പെട്ടെന്ന് ക്ലിക്കായത്. അപ്പോൾ ഞാൻ വാച്ച് അവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിലാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ YT സ്റ്റുഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ഡാഷ്ബോർഡിലെ വാച്ച് അവറിനും ഏൺ ടാബിലെ വാച്ച് അവറിനും വലിയ ഡിഫറൻസ് ഉണ്ടാവും. കാരണം എൻ്റെ ഡാഷ്ബോർഡിൽ എനിക്ക് 4.9K വാച്ച് അവേഴ്സ് ഉണ്ട്. പക്ഷേ ഏൺ ടാബിൽ വരുമ്പോൾ എനിക്ക് 3.1K പബ്ലിക് വാച്ച് അവേഴ്സ് എന്നാണ് കാണിക്കുന്നത്. ഇതിനിപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വിത്ത് ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിങ്സ് ഞാൻ എന്തായാലും 14th ഡേ ഇതിന് എലിജിബിൾ ആയി. ഇനി ഇങ്ങനെ നടക്കാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു 1 ഇയർ ഓടിയെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മൾ മോണിറ്റൈസേഷൻ എലിജിബിൾ ആയിട്ടില്ല എന്ന് വിചാരിക്കുക. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ ഒരു ഒരു 2 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എലിജിബിൾ ആയി എന്ന് വിചാരിക്കുക. യൂട്യൂബ് കണക്കെടുക്കുന്നത് 365 ഡേയ്സിൻ്റെതായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 മന്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ടെങ്കിലും അതിവിടെ കയറണം എന്നില്ല. സോ മൈ പോയിൻ്റ് ഇസ്, നിങ്ങൾ ഇതിനെ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടണം. നമ്മുടെ ഓരോ ദിവസവും നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഇതുപോലെ ഒരു വീക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടാണ് ഒരു ലോങ് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് എലിജിബിലിറ്റി കിട്ടത്തില്ലായിരുന്നു. പിന്നെ ഇതിൽ വേറൊരു രസവും കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫേസ്ബുക്ക് മോണിറ്റൈസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എനിക്ക് ഓൾറെഡി ആയി കഴിഞ്ഞിരുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, യൂട്യൂബിലിട്ട ആദ്യത്തെ ലോങ് വീഡിയോ ഞാൻ FBയിൽ ഷെയർ ചെയ്തെങ്കിലും പിന്നെ ഞാൻ FBയിൽ അങ്ങനെ ലോങ് വീഡിയോസ് ഷെയർ ചെയ്തില്ല. അപ്പം എനിക്കങ്ങനെ ഫേസ്ബുക്ക് മോണിറ്റൈസ്ഡ് ആവും, ഇതുപോലെ നമുക്കതിന് ഏർണിങ്സ് വരും എന്നുള്ളത് അറിയാമെങ്കിലും അത് അത്രയ്ക്കൊന്നും കാണത്തില്ല. ഞാൻ യൂട്യൂബിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എനിക്ക് റവന്യൂ കിട്ടാനായിട്ട്. പക്ഷേ വെറുതെ ഇരുന്നപ്പോൾ ഞാനൊന്ന് FBയിലെ മോണിറ്റൈസേഷൻ ടാബ് ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് 30,000 മിനിറ്റ്സ് വാച്ച് ടൈം എങ്ങാണ്ട് നമുക്കതിൽ വേണം. അപ്പോൾ എനിക്ക് അത് 30,001 മിനിറ്റ് വാച്ച് ടൈം, അതായത് എൻ്റെ ഒരു വീഡിയോയിൽ 1 മിനിറ്റ് ഇതുപോലെ 30,000 ആൾക്കാരെങ്കിലും കണ്ടിരിക്കണം എന്നുള്ളത്. അതെനിക്ക് ഓൾറെഡി 60,000 കഴിഞ്ഞിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ ലോങ് വീഡിയോസ് അവിടെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സന്തോഷം കൂടെ ഞാൻ പറയുവാണ്. എൻ്റെ FBയും മോണിറ്റൈസ്ഡ് ആയി. പക്ഷേ ഇപ്പോൾ അത് കാണിക്കുന്നത് നമ്മൾ ഈ ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ജൂലൈ 29th വരെ നമ്മുടെ ഏർണിങ്സ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. യൂട്യൂബിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് നമ്മൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു, നോട്ടിഫൈ മീ വിത്ത് എ മെയിൽ വെൻ ഐ ബിക്കം എലിജിബിൾ എന്ന്. പിന്നെ ഞാൻ ഈ ഡെയിലി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വാച്ച് അവേഴ്സ് ആയോ എന്ന്. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് 2908 വാച്ച് അവേഴ്സ് ആയിരുന്നു ഇന്നലത്തെ ഒരു 12 o'clock കഴിഞ്ഞപ്പോൾ, ഉച്ചയ്ക്ക് 12 o'clock കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഈഗറായിട്ട് ഉച്ചയ്ക്ക് 12 o'clock കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് 3198 വാച്ച് അവേഴ്സ് ആയിരിക്കുന്നു. ഐ ബിക്കെയിം എലിജിബിൾ. അതിൽ നമ്മൾ 2 ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മതി. 1K സബ്സ്ക്രൈബേഴ്സ്, ഒന്നെങ്കിൽ 3000 വാച്ച് അവേഴ്സ്, അല്ലെങ്കിൽ 30 lakh ഷോർട്ട് വ്യൂസ്. അപ്പം 30 lakh ഷോർട്ട് വ്യൂസിലോട്ട് ഞാൻ ഇനി ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, മോണിറ്റൈസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ ചാടിത്തുള്ളി വീട്ടിലെത്തി ആലനെ കൊണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യിപ്പിച്ചു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. വലുതായിട്ട് റവന്യൂ ഒന്നും എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് വ്യൂസ് അല്ലേ നമുക്കുള്ളൂ, എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പിന്നെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കണ്ടൻറ്റ് പോലും വിലയില്ലാതെ പോകരുത് എന്നുള്ളതുകൊണ്ട്, അത്രയും കഷ്ടപ്പെട്ടിട്ടതല്ലേ. അപ്പോൾ ഇതെപ്പോഴും എന്തായാലും 365 ഡേയ്സിൻ്റെ അകത്ത് ഇതെല്ലാം എനിക്ക് കൗണ്ട് ആവും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. നമ്മുടെ സാലറിയിൽ ഒരു 2000 രൂപ ഒരു മാസം ഇൻക്രിമെൻറ്റ് കിട്ടിയാൽ തന്നെ നമുക്കൊരു സന്തോഷമില്ലേ. അത്രയ്ക്കൊക്കെ ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആഡ്സെൻസിൻ്റെ ഒരു അക്കൗണ്ട് തുടങ്ങണമായിരുന്നു, ഗൂഗിൾ ആഡ്സെൻസിൻ്റെ. അപ്പോൾ അതിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ താമസം എടുക്കും, 1-2 ദിവസം എടുക്കും നമ്മുടെ അക്കൗണ്ട് ഒന്ന് പ്രോസസ്സായി വരാൻ. അതെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിന് ആഡ്സ് പ്രൊവൈഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്, അല്ല നമുക്ക് പെർമിഷൻ തരുവാണ്. അപ്പോൾ നമുക്ക് ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന ആഡിന് നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടും, ഇന്ന ആഡാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ള നമുക്ക് ലിസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഏത് അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ വീഡിയോയിൽ ഏത് പോയിന്റിൽ വെക്കണം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഈ വ്യൂസിന് കാശ് കിട്ടുന്ന പോലെ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു കാണുന്നത് വെച്ചിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നമുക്കും കിട്ടും. അതിൽ നമുക്ക് കുറച്ച് ഏർണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഒരാളെ ഞാനിവിടെ പറഞ്ഞില്ലെങ്കിൽ അത് നന്ദികേട് പോലെ ആയിപ്പോവും. എൻ്റെ സ്കൂളിൽ ഒരു പേരൻ്റ് ഉണ്ട്, നിയോറയുടെ മമ്മി ട്രീസ.
എൻ്റെ ഫസ്റ്റ് വീഡിയോയുടെ അടിയിൽ പുള്ളിക്കാരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റോ സെക്കൻഡ് വീഡിയോയുടെ അടിയിൽ പുള്ളിക്കാരി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്കിക്കോ ഈ ചാനൽ 6 മന്ത്സിനുള്ളിൽ മോണിറ്റൈസേഷൻ നടക്കുമെന്ന്. അത് 14 ഡേയ്സിൽ എൻ്റെ ചാനൽ എലിജിബിൾ ആയിരിക്കുന്നു. ട്രീസ, ഐ എം വെരി താങ്ക്ഫുൾ. ഞാനിനി എപ്പോൾ കണ്ടാലും ഐ കം ആൻഡ് ജസ്റ്റ് ഹഗ് യു. പറഞ്ഞത് നടന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ ഇങ്ങോട്ട് എനിക്ക് ചെറിയൊരു ഹോപ്പ് തുടങ്ങി. പിന്നെ എല്ലാവരും നോക്കിക്കോ നെക്സ്റ്റ് ഇയർ ഈ വീട്ടിൽ പ്ലേ ബട്ടൺ കിടക്കും എന്നൊക്കെ പറഞ്ഞ ചേച്ചിയും ഇവിടെയുണ്ട്. എല്ലാം നടക്കട്ടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ അത്രയ്ക്ക് റവന്യൂ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഒരു അരമണിക്കൂറിന് എനിക്കൊരു 300 രൂപ കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ കയറി ഗായ്സ്, ഹലോ ഗായ്സ്, മുത്തുമണീസ് അങ്ങനത്തെ മക്കളെ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ഇങ്ങനെ സംസാരിച്ചാലും എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. താങ്ക് യു സോ മച്ച്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഐ എം വെരി ഹാപ്പി. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും എൻ്റെ നന്ദിയുണ്ട്. ഈ എൻ്റെ വീഡിയോസ് നിങ്ങളിപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് കൂടി എനിക്ക് ഒരുപാട് നിങ്ങളോട് നന്ദി പറയാനുണ്ട് കേട്ടോ. ഒരു അങ്ങനെ വലിയ യൂട്യൂബറായി ഒരു സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ മെനക്കെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും കിട്ടുന്നതുണ്ടെങ്കിൽ നല്ലതല്ലേ. ഞാൻ ഇത്രയും എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് എൻ്റെ സമയമൊക്കെ കളഞ്ഞ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇത് കൊണ്ടുവരുമ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഓരോ ലൈക്കും ഓരോ വ്യൂസുമാണ് എന്നെ ഇപ്പോൾ ഇതിന് എലിജിബിൾ ആക്കിയിട്ടുള്ളത്. എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അതാണ് ഞാനിങ്ങനെ ബ്ലാ 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 ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. പിന്നെ ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ചെയ്തത്, നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ, ഇതുപോലെ YT സ്റ്റുഡിയോ ഒന്നും തുടങ്ങാതൊക്കെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൂൾസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ തുടങ്ങി നിങ്ങൾ അതനുസരിച്ച് മുമ്പോട്ട് പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്കും നേട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ച് വരുമല്ലോ എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ ഞാൻ തപ്പി തിരിച്ച് പോകാറുണ്ട്. അപ്പോൾ അവർക്കുമൊക്കെ ഇത് നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഡു നോട്ട് ബാക്ക് ഓഫ്. ആദ്യത്തെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 365 ഡേയ്സിൻ്റെ കണക്കാണ് നമ്മൾ എടുക്കുന്നത്. ഈ 365 ഡേയ്സിനുള്ളിൽ, അതായത് ഈ 14 ദിവസം കൊണ്ട് ഇപ്പോൾ നടന്നത് ഒരു വർഷത്തിനുള്ളിൽ ആക്കിയെടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കണ്ടൻറ്റ് പോലും വിലയില്ലാതെ പോത്തില്ല. 1K വ്യൂസിന് നമുക്കിപ്പോൾ കിട്ടുന്നത് $1 ആണെങ്കിൽ ഇനിയിപ്പോൾ അത്രയും കിട്ടിയില്ലെങ്കിൽ കൂടെ അത് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അതിന് ഒരു വിലയും ഇല്ലാതെ പോകുന്നതിലും നല്ലതാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള എൻ്റെ എല്ലാ സപ്പോർട്ടേഴ്സിനും 10K അവിടെ ആയിട്ടേ ചാനൽ തുടങ്ങുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. നിങ്ങളാണ് എന്നെ ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിട്ടത്. അതിനും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും YT സ്റ്റുഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസിൻ്റെ ഒരു പൾസൊക്കെ അറിഞ്ഞ് കണ്ടൻസൊക്കെ കൊടുത്ത് എല്ലാവരും ഈ പറയുന്ന പോലെ അടിച്ച് കയറി വാ മക്കളെ, നമുക്ക് ഒരുമിച്ച് പോകാൻ മുമ്പോട്ട്. അപ്പോൾ ഇനി നാളെ കാണാം.